ക്രിസ്തീയ ജീവിതം നയിക്കാനുള്ള ശക്തിയും ആ ജീവിതം മറ്റുള്ളവരുമായി പങ്കിടാനുള്ള തീക്ഷ്ണതയും ദിവ്യബലിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുവേണം നാം ഓരോ ദിവ്യബലിയിലും പങ്കെടുക്കാൻ. തീക്ഷ്ണതയോടെ പങ്കെടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ച ഒരു അത്ഭുതമാണ് റോമിൽ മാർപ്പാപ്പയുടെ ദിവ്യബലി മധ്യേ നടന്ന തിരുവോസ്തി മാംസമായി മാറിയ സംഭവം. 6-ാം നൂറ്റാണ്ടിലാണ് റോമിൽ മാർപ്പാപ്പയുടെ ദിവ്യബലിയിൽ തിരുവോസ്തി മാംസമായി ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ തിരുശേഷിപ്പ് ഇപ്പോഴും ജർമ്മനിയിലെ ആൻഡെക്സ് ബെനഡിക്റ്റൻ ആശ്രമത്തിൽ സൂക്ഷിച്ചു വരുന്നു. AD 595 ഗ്രിഗറി മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യകാരുണ്യ ആരാധനയ്ക്കിടയിലാണ് ഈ അത്ഭുതം നടന്നത്. ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് ഒരു റോമൻ പ്രഭു വിശുദ്ധീകരിച്ച അപ്പത്തിലും വീഞ്ഞിലും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് ശങ്കിച്ച് ചിരിക്കാൻ തുടങ്ങി. അവരുടെ അവിശ്വാസം കണ്ട് വിഷമിച്ച മാർപ്പാപ്പ അവർക്ക് ദിവ്യകാരുണ്യം നൽകേണ്ട എന്ന് തീരുമാനിച്ചു. ഉടൻ മാർപ്പാപ്പയുടെ കയ്യിലിരുന്ന തിരുവോസ്തി കർത്താവിൻ്റെ മാംസവും രക്തവുമായി മാറി. ഡീക്കൻ പോൾ AD 787 എഴുതിയ പാപ്പ ഗ്രിഗറിയുടെ വിശുദ്ധ ജീവിതം എന്ന ഗ്രന്ഥത്തിലാണ് AD 595 റോമിൽ നടന്ന ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. അക്കാലത്തെ ആചാരമനുസരിച്ച് ദിവ്യബലിക്ക് വേണ്ടിയുള്ള അപ്പം തയ്യാറാക്കിയിരുന്നത് ഇടവകയിലെ ഏതാനും സ്ത്രീകളായിരുന്നു. ഒരു ഞായറാഴ്ച വിശുദ്ധ പീറ്ററിൻ്റെ നാമധേയത്തിലുള്ള പുരാതനമായ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു പോപ്പ് ഗ്രിഗറി. അദ്ദേഹം ദിവ്യകാരുണ്യം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളുടെ നിരയിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ ചിരിച്ചു. ദിവ്യബലിക്കുള്ള ഓസ്തി തയ്യാറാക്കി നൽകുന്നവരിൽ ഒരാളായിരുന്നു ആ സ്ത്രീ. ഇത് കണ്ട് വിഷമിച്ച മാർപ്പാപ്പ ആ സ്ത്രീയെ മാറ്റി നിർത്തി അപ്രകാരം പ്രവർത്തിച്ചതിൻ്റെ കാരണം ആരാഞ്ഞു. സ്വയം ന്യായീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, അവരുടെ കൈകൊണ്ടുണ്ടാക്കിയ ഈ അപ്പം വിശുദ്ധീകരിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നവർ പറഞ്ഞു. വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ അവൾക്ക് ദിവ്യകാരുണ്യം നൽകുവാൻ വിസമ്മതിക്കുകയും ദൈവത്തോട് അവൾക്ക് വിശ്വാസ വെളിച്ചം നൽകാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ കയ്യിലിരുന്ന തിരുവോസ്തി മാംസവും വീഞ്ഞ് തിരുരക്തവുമായി തീർന്നു. ഇത് കണ്ട സ്ത്രീ പശ്ചാത്തപിച്ച് നിലത്ത് മുട്ടുകുത്തി കരയാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ മാംസം ധരിച്ച തിരുവോസ്തി സാധാരണ തിരുവോസ്തിയായി മാറി. മാംസമായി തീർന്ന ആ തിരുവോസ്തി ജർമ്മനിയിൽ ആൻഡെക്സ് ബെനഡിക്റ്റൻ ആശ്രമത്തിൽ പ്രത്യേക അരുളിക്കയിൽ ഇന്നും പ്രതിഷ്ഠിച്ചിരിക്കുന്നു.